എല്ലാവരും പള്ളികളിൽ നിൽക്കുന്ന എല്ലാവരും ഞാൻ തോന്നുന്നത് ദേവാലയത്തിൽ വെച്ച് ഓർപ്പിച്ചതുപോലെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ അമ്പാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട രാജേഷ് കുര്യൻ സാറ് ഇപ്പോൾ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. നാടാൻ കുറിച്ച് പ്രവേശിച്ച് ലൈബ്രറിയുടെ ദീർഘമായ ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാവർക്കും അത് പ്രവേശിച്ച് നിൽക്കാൻ പറ്റുന്നവർക്ക് ഇതിന്റെ നിരാശ ഇപ്പോൾ നിർവഹിക്കും. നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുവാനൊക്കെ വേണം ആഗ്രഹിച്ചു. അതനുസരിച്ച് ഈ സൺഡേ സ്കൂളിന്റെ അലുമിനി മീറ്റിംഗിൽ വെച്ചാണ് ഈ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത്. അതിന് പ്രകാരം ആ ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുത്ത സമയത്ത് തന്നെ മാട്ടയിലെ അഖിൽ പി അബ്രഹാം അതിന് വേണ്ടതായ അദ്ദേഹത്തിൻ്റെതായ സംഭാവന നൽകാം എന്ന് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ തന്നെ സമ്മതിച്ചു. അങ്ങനെ ഏകദേശം 10 പേര് അവരുടെ പേരുകൾ ഞാനിപ്പോൾ വായിക്കുകയാണ്. മാട്ടയിൽ അഖിൽ പി അബ്രഹാം 10,000 രൂപ, പുളിക്കമറ്റത്തിൽ മാത്യു പി അബ്രഹാം 5,000 രൂപ, അയ്യപ്പനമ്പിൽ റോയ് തോമസ് 5,000 രൂപ, തൊണ്ടയിൽ ടിറ്റു വർഗീസ് 5,000 രൂപ, പുളിക്കമറ്റത്തിൽ ജോൺ പി എബ്രഹാം 5,000 രൂപ, മാട്ടയിൽ ജിക്കു മാത്യു ജോൺ 5,000 രൂപ, തയ്യടയിൽ ആശിഷ് ഫിലിപ്പ് ചെറിയാൻ 5,000 രൂപ, നാടിന്റെ റിയ അന്ന ബിനോയി 5,000 രൂപ, അടുത്താറ്റ് ബിജോഷ് കെ വർഗീസ് 5,000 രൂപ, കിഴക്കയിൽ ബിപിൻ കെ എബ്രഹാം 5,000 രൂപ. ഇങ്ങനെ ഇത്രയും ആളുകളാണ് ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്തത്. അവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അവരുടേതായ ആ സഹകരണത്തിന് ഇടവകയുടെയും അതുപോലെ സൺഡേ സ്കൂളിന്റെയുമായ എല്ലാ നന്ദിയും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. ഇപ്പോൾ ഇടവകയുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇപ്പോൾ ഈ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ കൂതാശ നിർവഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതിയുള്ള ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ നമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തികാരന്റെ സ്നേഹിയുമായ ദൈവമേ, സകലത്തിന്റെയും സൃഷ്ടാവിന്റെ ഉപകാരമാകുന്നവരും ഭയഭക്തിയോടെ സന്ധ്യ നിൽപ്പാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടി അങ്ങേ ശുശ്രൂഷിപ്പാനും അങ്ങയുടെ പ്രകാരം പ്രസാദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കണമേ. നിങ്ങളുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും അവിടുന്ന് ഫലപ്രദമാകുകയും അനേകം ഉപജീവനാഭ്യക്തമാക്കുകയും ചെയ്യണമേ. നിങ്ങളിപ്പോൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നതായ ഈ സ്ഥാനത്തെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും ദൈവിക നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. വൈരങ്ങളെ വാത്സല്യപൂർവ്വം അനുഗ്രഹിച്ച ദൈവമേ, വൈരങ്ങളെ അനുഗ്രഹിച്ച് ഈ ക്ലാസുകൾ മൂലം കുഞ്ഞുങ്ങൾ ആത്മീയമായുള്ള കൃപയറിയണമേ. പ്രമാണികമായ അധ്വാനിച്ചിട്ടുള്ളവരോടും അനുസരിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നിന്റെ പിതാവിനും പരിശുദ്ധരായിരിക്കും സ്തുതിയും സ്തോത്രവും കരയുന്നു. കൽപ്പനകളിൽ ബോധിക്കുന്ന ധന്യനോ തൻ സന്തതികൾ ഈ ഭൂമിൽ ബലമൊട് വാഴും നീരുള്ളോ തലമുറയോ വാഴുക പൂരിതമാകും സമ്പത്തോ നൈശ്വര്യങ്ങൾ നീറുന്നവൻ നീതിയിൽ വീഴും ദുർഭാഷ നമവനിൽ യാഗിൽ നിത്യം മനമോർണി സുസ്ഥിരനായും ദയവാനായും അവൻ ഭീമം ഭാരയുമോ ഭൂതലഭാസികളെ നിങ്ങൾ തന്റെ മുൾഗന്ധ ദുർഗന്ധ രാജൻ നീത്യം എല്ലാവരും നമസ്കരിച്ച് താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. യോഗ്യരായി തീരണമേ. സകലത്തിന്റെ സൃഷ്ട പരിപാലകനുമായ ദൈവമേ, ഭൂമി വരെ പൂർണ്ണതയുന്നതാകുന്നു. നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കണ്ണ തോന്നുന്നവരും നന്മകളാൽ അവരെ നിറയ്ക്കുന്നവർ നീയാകുന്നു. കർത്താവേ, മനുഷ്യൻ മുഖത്തെ വിയർപ്പോടെ ജീവനം കഴിക്കണമെന്ന് നിന്റെ മകൾ ഇന്ന് ആരംഭിക്കുന്നതായ ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തെ ശുദ്ധീകരിക്കണമേ. ഈ സ്ഥാപനത്തെ വാഴ്ത്തണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായ സമയത്തും പ്രത്യേക സ്ഥാപനം ശുദ്ധീകരിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു.
പിതാവിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ വിശ്വാസം അന്തരമായി തീർന്നതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയെ ആരംഭിക്കേണ്ടവേ ഞങ്ങൾക്ക് സമ്പാദ്യങ്ങളെ ഈ പ്രസ്ഥാനം അനേകരെ ദൈവസന്നിധിയിലേക്ക് ആദരപ്പെടുത്തുന്നതാകണമേ. ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രാർത്ഥനയും നല്ലപോലെ സ്ഥാപനമുഖാന്തരം ദൈവമേ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി ഇത് ഉപകരിക്കണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും ദൈവമേ ബന്ധപ്പെടുന്നവരെ സഹായിക്കണമേ. ഇതിന് അധികമായ സഹായത്തിലൂടെയും നന്ദിയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്കും ദൈവികമായ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണമേ. അധ്വാനത്തിന്റെ വർദ്ധത്തെ ആദരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിന്റെ ദൈവമാതാവായ സുധമുദ്രയാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും യുവാനുടെയും ശേഷമുള്ള സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനാ സഹായങ്ങളാൽ തന്നെ അമ്മേ. പ്രഭയും രക്ഷയുമല്ലോ ശേഷമേരി ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപകനായ വിശുദ്ധ ലോകോത്സവകരസ്നേഹിയ നമ്മുടെ കർത്താവായ യേശുമശീഹായുടെ സുവിശേഷത്തിൽ നിന്നും നിങ്ങൾ ഭൂമിയുടെ ഭാഗം ഉപകാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് സംവരുത്താം. പുറത്ത് കളഞ്ഞിട്ടവരുടെ ചവിട്ടുവാനില്ലാതെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മനമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. വിളക്ക് കത്തിച്ച് പറയുകയിൽ അതിന്മേലെ ദ്രവിക്കുന്ന അപ്പോൾ വീട്ടുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ നീ മനുഷ്യരുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസന്നാദിനാവിനെ ബോധപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ മനസ്സിലോടൊപ്പം പ്രകാശിക്കട്ടെ. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വീക്ഷിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ പിതാവ് മനസ്സരിയുള്ളവനാകുന്നത് പോലെ നിങ്ങൾ മനസ്സരിയുള്ളവരാകുകയും വിധിക്കുന്ന നിങ്ങളെ തിരികെയില്ല. ശിക്ഷിക്കുന്ന നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. വെടിമീരുന്നാൽ നിങ്ങളെ കൊടുപ്പിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയിൽ വരുന്ന അളവ് നിങ്ങളുടെ വഴിയുള്ളത് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളവ് കിട്ടും എന്നത് കൽപ്പിച്ചറിൽ ചെയ്തു. പറയുമോ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഈ സ്ഥാപനം ഉദാശിക്ക
ശുദ്ധീകരണത്തിനായി ഈ വെള്ളം വാഴ്ചപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. നിന്റെ സ്വഭാവം മേൽ തളിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ പെൺമയാകണമേ, ഉറച്ചെന്നേക്കാളും ക്ഷീണമായിരിക്കും. പിതാവിന്റെയും പുത്രന്റെയും ജീവ പരിശുദ്ധരുടെ നാമത്തിൽ ജീവൻ ജീവിപ്പിക്കുന്ന സ്ലീബാടെ അടയാളത്ത് ഈ സ്ഥാപനം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. എന്നാൽ സ്തുതിയോടാ ഞാൻ മകൾ Loyalin manamoyad bhaminiyo പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ രാജേഷ് കുര്യൻ സാർ
ഒരു വാക്ക് നമുക്കൊരാശംസ അറിയിക്കണം. ഏറ്റവും ബഹുമാനപ്പെട്ട ഇടവക വികാരി ഇപ്പോൾ എബ്രഹാം അച്ഛൻ, ഇടവക ട്രസ്റ്റി വർഗീസ് സാറ്, സെക്രട്ടറി ലൈജു സാറ്, അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അനീഷ് ജോർജ് സാറ്, സൺഡേ സ്കൂൾ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ ഇടവാങ്ങളെ, ആദ്യമായി ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് ബഹുദാശയ്ക്കും ഇവിടെ വരുവാൻ സാധിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് വിളിച്ചതിലുള്ള സന്തോഷം ആദ്യമായി അറിയിച്ചുകൊള്ളു. എനിക്ക് നിങ്ങളുമായി പങ്കെടുക്കുവാൻ ഒരു വേദവാക്യമാണുള്ളത്. ലൂക്കോസ് 2-40 വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ ഉണ്ടായിരുന്നു. പൈതലും കുട്ടികൾ വളരുമ്പോൾ ജ്ഞാനം നിറയണം. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യമാണിത്. കുട്ടികൾ വളരുമ്പോൾ ജ്ഞാനം നിറയണം. ജ്ഞാനം നിറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അറിവ് വർദ്ധിപ്പിക്കണം. അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരു മാർഗമാണ് നമ്മുടെ ലൈബ്രറി, അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം. അതിനുവേണ്ടി മുൻകൈയെടുത്ത വിവിധ സൺഡേ സ്കൂൾ അധ്യാപകരെയും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കും നമ്മുടെ അനീഷ് സാർ. നമുക്കറിയാം, സാറ് സെന്റ് കിഡ്സ് കോളേജിലെ ലൈബ്രറിയിലാണ് പ്രവർത്തിക്കുന്നു. സാറ് ഇതിന്റെ പിന്നിൽ സാറിന്റെ ഒരു പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അലൂമിനിയുടെ സഹായം, അതുപോലെ തന്നെ PTA സഹായം, ഇടവാങ്ങൾ എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. എല്ലാവരെയും അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായി ലൈബ്രറി മെമ്പറായത് പാമ്പാടി പബ്ലിക് ലൈബ്രറി മെമ്പറായിരുന്നു. ഒരു നല്ല ഓർമ്മയാണ് എനിക്ക് ലൈബ്രറിയെ കുറിച്ചുള്ളത്. അതായത് ആദ്യമായി 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. എങ്കിലും 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ലൈബ്രറി അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. അത് ജീവിതത്തിൽ ഭാഗ്യമായിട്ട് കരുതുന്നു. കൂടാതെ എന്റെ ജീവിതത്തിൽ ഒരു ഡിഗ്രി കാലം വരെ അധികം ലൈബ്രറി ഉപയോഗിച്ചില്ല. ഒരു PGക്ക് പഠിക്കുന്ന കാലം മുതൽ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷം വരെ കേരളത്തിലങ്ങനെയുള്ള എല്ലാ ലൈബ്രറികളിലും സന്ദർശിക്കാൻ ഇടയായി. അനേകം പുസ്തകങ്ങൾ വായിക്കാൻ ഇടയായി. ഞാൻ കഥയും കവിതകളും നോവലുകളൊന്നുമല്ല കൂടുതലായിട്ട് വായിച്ചിരുന്നത്. എന്റെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള പുസ്തകങ്ങളായിരുന്നു കൂടുതലായി വായിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പുസ്തകങ്ങളെക്കാളും എല്ലാം ഉപരി ജീവൻ നൽകുന്ന ഒരു വലിയ പുസ്തകമുണ്ട്, നമ്മുടെ വിശുദ്ധ വേദപുസ്തകം. ഈ പുസ്തകങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ്. അതിന്റെ എഴുത്തുകാരും കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഓർമ്മയില്ലാതാകും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം, അതിനകത്ത് ജീവൻ നൽകുന്ന വചനമാണുള്ളത്. ആദ്യയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായ യേശുക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. കർത്താവ് യേശുക്രിസ്തു 2 രീതിയിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. വിശുദ്ധ കുർബാനയായിട്ടും വചനമായി, വേദപുസ്തകത്തിലെ വചനവുമായി നമ്മുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഏറ്റവും വലിയ പുസ്തകം വേദപുസ്തകമാണ്. എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം. വായിച്ച ബുദ്ധിയിൽ സൂക്ഷിക്കാനാണ്, ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ വചനം അനുസരിച്ച് ജീവിക്കുവാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത സാറിനോടുള്ളതായ സ്നേഹവും നന്ദി ഇടവയ്ക്ക് വേണ്ടി, സൺഡേ സ്കൂളിന് വേണ്ടി ഇപ്പോൾ അറിയിക്കുന്നു. ഇപ്പോൾ ഈ സ്മാർട്ട് ക്ലാസ് കട്ട് ചെയ്ത് നമ്മുടെ വികാരി അച്ഛനെ സ്മാർട്ട് ക്ലാസ് റൂമിലെ ബോർഡ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ലൈബ്രറിയിൽ നിന്ന് രാജസാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലൈബ്രറിയിലേക്ക് ഒരു ബുക്ക് ചാലാശ്ശേരി സാജസ്യ ജേക്കബ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ വികാരിച്ചിന് പുറത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കുമായി ഇതൊരു നമ്മുടെ സംസ്കൃത അധ്യാപകർ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം
നമ്മുടെ ഹെഡ് മാസ്റ്റർ വളരെയധികം അധ്വാനിച്ചിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായത്. സാറിപ്പോൾ എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറയാം. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, രാജേഷ് സാറ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് ഇതുപോലെ ഒരു സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇനാഗ്രേഷൻ ചെയ്യാൻ സാധിച്ച ദൈവത്തെ ആദ്യമായിട്ട് സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി മാർഗനിർദ്ദേശം നൽകിയ എല്ലാ കൈത്താങ്ങളും തന്ന നമ്മുടെ വികാരി അച്ഛൻ പോൾ എബ്രഹാം അച്ഛനോടുള്ള സൺഡേ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വിശുദ്ധ കുർബാനയിലും തുടർന്ന് ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിലും സ്മാർട്ട് ക്ലാസിന്റെ കൂതാശയിലും സംബന്ധിച്ച നമ്മുടെ പാമ്പാടി ഡിസ്ട്രിക്റ്റിന്റെ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ രാജേഷ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സ്മാർട്ട് ക്ലാസ് റൂമിനും ലൈബ്രറിക്കും വേണ്ടി സംഭാവന തന്ന എല്ലാ നല്ല ആൾക്കാർ ഇടവാങ്ങളോടും പൂർവ്വ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഈ കൂതാശ സംബന്ധിച്ച എല്ലാ ഇടവാങ്ങളോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.